ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ അന്ത്യം ആഘോഷമാക്കി മാറ്റിയിരിക്കുകയാണ് മോർട്ടീഷ്യ ആഡംസ് എന്ന പേരിൽ സോഷ്യൽ മീഡിയയിൽ അറിയപ്പെടുന്ന ഇറാനിയൻ യുവതി. ഖമേനിയുടെ ചിത്രം കത്തിച്ച് സിഗരറ്റ് വലിക്കുന്ന വീഡിയോയിലൂടെ നേരത്തെ ആഗോള ശ്രദ്ധ നേടിയ ഈ യുവതി ഇസ്രായേൽ അമേരിക്കൻ സംയുക്താക്രമണത്തിൽ ഖമേനി കൊല്ലപ്പെട്ട വാർത്തയോട് അതിരൂക്ഷമായ ഭാഷയിലാണ് പ്രതികരിച്ചത്. ഖമേനിയുടെ ചിത്രം കത്തിച്ച് സിഗരറ്റ് വലിക്കുന്ന യുവതിയുടെ ചിത്രം അടുത്ത കാലത്ത് സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. ഇറാനിയൻ അഭയാർത്ഥി എന്ന് സ്വയം വിളിക്കുന്ന യുവതിയാണ് ഖമേനിയെ വധിച്ചതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രതികരിച്ചത്. "ഞങ്ങൾ നിങ്ങളുടെ കുഴിമാടത്തിൽ നൃത്തം ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞില്ലേ" എന്നാണ് യുവതിയുടെ പ്രതികരണം. പ്രസിഡന്റ് ട്രംപ് പറഞ്ഞതുപോലെ ഒരു എലിയുടേതുപോലുള്ള അവസാനമെന്നും യുവതി കുറിച്ചു. മോർട്ടീഷ്യ ആഡംസ് ഖമേനിയുടെ ചിത്രത്തിന് തീയിട്ട ശേഷം അതിൽ സിഗരറ്റിന് തീ പകരുന്ന ചിത്രം ഇറാനിലെ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തിന്റെ പ്രതീകമായി മാറിയിരുന്നു. ഏകാധിപത്യത്തിനെതിരെയുള്ള പോരാട്ടത്തിന്റെ പ്രതീകമായി മാറിയ ഒരു ചിത്രം വീണ്ടും വാർത്തകളിൽ നിറയുകയാണ്. ഖമേനിയുടെ മരണവാർത്ത പുറത്തു വന്നതിന് പിന്നാലെ കാനഡയിലെ ടൊറന്റോയിൽ നടന്ന ഇറാൻ വിരുദ്ധ റാലിയിൽ പങ്കെടുത്ത യുവതി സോഷ്യൽ മീഡിയയിൽ കുറിച്ച വാക്കുകൾ ഇങ്ങനെയായിരുന്നു: "നിങ്ങളുടെ കുഴിമാടത്തിൽ ഞങ്ങൾ നൃത്തം ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ? ഒരു എലിയുടേതുപോലുള്ള അന്ത്യം." അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രയോഗത്തെ ഉദ്ധരിച്ചായിരുന്നു യുവതിയുടെ ഈ പ്രതികരണം. കഴിഞ്ഞ ജനുവരിയിൽ ഖമേനിയുടെ ചിത്രം കത്തിച്ചുകൊണ്ട് ഇവർ നടത്തിയ പ്രതിഷേധം ഇറാനിലെ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭകർക്ക് വലിയ ആവേശമാണ് പകർന്നിരുന്നത്. സുരക്ഷാ കാരണങ്ങളാൽ തന്റെ യഥാർത്ഥ പേര് വെളിപ്പെടുത്താത്ത ഈ യുവതി ഇറാനിൽ താൻ അനുഭവിച്ച ക്രൂരതകളെക്കുറിച്ച് നേരത്തെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. വിമത പ്രവർത്തനങ്ങളുടെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തതിനെ തുടർന്ന് തുർക്കി വഴി കാനഡയിലേക്ക് രക്ഷപ്പെടുകയായിരുന്നു ഇവർ. "കഴിഞ്ഞ 47 വർഷമായി എന്റെ ജീവിതം മരിച്ചതിന് തുല്യമാണ്. അതുകൊണ്ട് എനിക്കിനി ഒന്നിനെയും ഭയമില്ല" എന്ന ഇറാനിയൻ സ്ത്രീകളുടെ വിപ്ലവ വീര്യം തന്നെയാണ് മോർട്ടീഷ്യയുടെ വാക്കുകളിലും നിഴലിക്കുന്നത്. ഇറാനിൽ താനൊരു വിമത ആയിരുന്നതിനാൽ തുർക്കിയിലേക്ക് രക്ഷപ്പെടുകയായിരുന്നുവെന്നും സുരക്ഷാ കാരണങ്ങളാൽ യഥാർത്ഥ പേര് വെളിപ്പെടുത്താൻ കഴിയില്ലെന്നും യുവതി പറഞ്ഞു. ഇറാനിൽ വെച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നും യുവതി പറഞ്ഞു. കാനഡയിൽ സ്റ്റുഡന്റ് വിസയിലെത്തിയ യുവതി നിലവിൽ ടൊറന്റോയിൽ താമസിക്കുന്നു എന്നാണ് റിപ്പോർട്ട്. സാമ്പത്തിക പ്രതിസന്ധിക്കും വിലക്കയറ്റത്തിനുമെതിരെ ഇറാനിൽ അടുത്ത കാലത്ത് ആരംഭിച്ച പ്രതിഷേധം പിന്നീട് നേതൃത്വത്തിനെതിരായ വലിയ പ്രതിഷേധമായി മാറുകയായിരുന്നു. ഖമേനിയുടെ അന്ത്യം തുടങ്ങിയ മുദ്രാവാക്യങ്ങളുമായി യുവാക്കളും മുതിർന്നവരും തെരുവിലിറങ്ങുകയായിരുന്നു. ഹിജാബ് നിയമങ്ങൾ ലംഘിച്ചും പൊതുമധ്യത്തിൽ മുടി പ്രദർശിപ്പിച്ചും സ്ത്രീകൾ പ്രതിഷേധിച്ചു. 2022 മഹ്സ അമീനിയുടെ മരണത്തിന് ശേഷമുണ്ടായ പ്രതിഷേധങ്ങൾക്ക് സമാനമായ പ്രതിഷേധമാണ് അടുത്ത കാലത്ത് ഇറാനിൽ നടന്നത്. "ഞാൻ ഭയപ്പെടുന്നില്ല. കഴിഞ്ഞ 47 വർഷമായി എന്റെ ജീവിതം മരിച്ചതിന് തുല്യമാണ്" എന്ന് വിളിച്ചു പറയുന്ന സ്ത്രീയുടെ വീഡിയോയും പുറത്തു വന്നിരുന്നു. ശനിയാഴ്ച ഇസ്രായേലും അമേരിക്കയും സംയുക്തമായി നടത്തിയ വ്യോമാക്രമണത്തിലാണ് 86-കാരനായ അലി ഖമേനി കൊല്ലപ്പെട്ടത്. സ്വന്തം ഓഫീസിൽ വെച്ചാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത്. ഖമേനിയുടെ മകൾ, പേരക്കുട്ടി, മരുമകൻ, മരുമകൾ എന്നിവരും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി ഇറാനിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു.